ഇപ്പോൾ ഡോക്ടർ റോസ്നാര ബീഗം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. KGMCT പ്രതിനിധി കൂടിയാണ്. ശ്രീമതി റോസ്നാര ബീഗം, ഇപ്പോൾ അല്പസമയം മുൻപ് ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ശിക്ഷാ നടപടികൾക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ്. ഇന്നലത്തെ വിദഗ്ധ സമിതി റിപ്പോർട്ടിലും ഉള്ളത് ഒരു സർവീസ് ചട്ടലംഘനം ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹവും ഇന്ന് അതിൽ ഒരു ഖേദപ്രകടനം നടത്തുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പോസ്റ്റ് ഇട്ടതിൽ തെറ്റുപറ്റി. പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ മറ്റ് വഴികളില്ലാതെയാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇനി എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമെന്നാണോ KGMCT പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും KGMCTയുടെ പ്രതികരണം? സർവീസ് ചട്ടലംഘനം എന്ന് പറയുന്നതും അല്ലാതെയുള്ള കടുത്ത നടപടികൾ എന്ന് പറയുന്നതും രണ്ടാണ്. അപ്പൊ അതില് ഈ കാര്യത്തിലെ വികാരം കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റ് നല്ലൊരു തീരുമാനം, ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അഥവാ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ സംഘടനയ്ക്ക് അത് ശക്തമായി അതിനെതിരെ ഇറങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന ഒരു റിപ്പോർട്ടിലെ അടിസ്ഥാനത്തിൽ ഒരു കടുത്ത നടപടി ഉണ്ടാകില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാരിങ്ങനെ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുന്നത് ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി മുൻകൂട്ടി കാണേണ്ടതുണ്ടല്ലേ? പക്ഷേ അദ്ദേഹത്തിനെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഡോക്ടർമാരൊക്കെ പരസ്യ പ്രതികരണം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതും ഒരു ഗുരുതരമായ പ്രതിസന്ധി സർക്കാരിന് ഉണ്ടാക്കുമെന്നുള്ളതും സത്യമാണല്ലോ. അതെ, സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ നേടിയെടുക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും നാളായിട്ടും അങ്ങനെയുള്ള വിഷയങ്ങൾ പുറത്തേക്ക് വരാത്തതും. അപ്പൊ അത് അവിടെ മാക്സിമം ഗവൺമെന്റും എല്ലാവരും ഇടപെട്ട് പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നുണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ അത് നടക്കട്ടെ. അതോടൊപ്പം തന്നെ ഇദ്ദേഹം എന്തായാലും ഇത് പറഞ്ഞതിന്റെ പ്രത്യാഘാതങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ അത് സിസ്റ്റം നന്നാവാൻ വേണ്ടിയിട്ട് അത് ഉപയോഗപ്രദമാവട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫൈനാൻഷ്യൽ ക്രഞ്ചിനിടയിലും ഗവൺമെന്റ് അനുവദിക്കുന്ന ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകൾ സമയബന്ധിതമായി ഉപയോഗിച്ച് എല്ലാ കോളേജുകൾക്കും ആവശ്യമായ കാര്യങ്ങൾ സമയത്ത് തന്നെ ചെയ്തു കൊടുക്കാൻ എല്ലാവരും, സിസ്റ്റത്തിലുള്ള എല്ലാവരും ശ്രമിച്ചാൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഇതിലുണ്ടാവും. ഇപ്പോൾ ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്കെതിരെ എന്ത് നടപടി ഉണ്ടായാലും KGMCT ഡോക്ടർക്കൊപ്പം ഉണ്ടാവും. അതെ, ശരി. വളരെയധികം നന്ദി ശ്രീമതി റോസ്നാര ബീഗം ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും KGMCT ഡോക്ടർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഡോക്ടറുടെ വാക്കുകളിൽ നിന്നും ഡോക്ടർ ഒരു ശിക്ഷണ നടപടികൾക്ക് തയ്യാറെടുത്തു കഴിഞ്ഞെന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്.